നമസ്കാരം. ഗ്ലോബൽ തോട്ട്സിലേക്ക് സ്വാഗതം. വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലേറി ഒരു വർഷം തികയും മുമ്പേ അധികാരത്തിന് പുറത്താവുന്നത് അസാധാരണ സംഭവമാണ്. അതാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ബംഗ്ലാദേശിൽ സംഭവിച്ചത്. തുടർച്ചയായി 4ാം തവണ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന അധികാരഭ്രഷ്ടയായി എന്ന് മാത്രമല്ല, അവർക്ക് രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നിരിക്കുന്നു. ഇത് ബംഗ്ലാദേശിലെ പുതിയ ഇടക്കാല സർക്കാരിന് ഇന്ത്യയോട് അതൃപ്തിക്കും ഇടയാക്കിയിട്ടുണ്ട്. 2006 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ മുഹമ്മദ് യൂനുസ് തലവനായ ഇടക്കാല സർക്കാരിന്റെ മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. അതിൽ ഏറ്റവും പ്രധാനം രാജ്യത്തെ അരക്ഷിതാവസ്ഥ അവസാനിപ്പിച്ച് സ്ഥിരത വീണ്ടെടുക്കുകയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമായി നിലനിർത്താൻ ഇടക്കാല സർക്കാരിന് സാധിക്കുമോ എന്നതും ലോകം ഉറ്റുനോക്കുന്നു. കാരണം അവരുടെ പ്രധാന അയൽ രാജ്യം ഇന്ത്യയാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യം മ്യാൻമാർ മാത്രമാണ്. എന്തായാലും രണ്ട് സ്ത്രീകളെ കേന്ദ്രീകരിച്ച് കറങ്ങിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയ പൊളിച്ചെഴുത്തിനാണ് ഹസീനയുടെ പതനം ഇടയാക്കിയിരിക്കുന്നത്. 76-കാരിയായ ഹസീനയ്ക്ക് ഒരു തിരിച്ചുവരവിന്റെ സാധ്യതയില്ല. 18 വർഷം മുമ്പ് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്ന മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയ്ക്കും അത് എളുപ്പമല്ല. 78 വയസ്സുള്ള അവരെ പ്രായവും രോഗങ്ങളും അലട്ടുന്നുണ്ട്. എങ്കിലും 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഖാലിദ സിയ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടക്കാല സർക്കാരിന്റെ ഭാഗമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നായികയാണവർ. പുതിയ സർക്കാരിൽ പ്രധാനമന്ത്രിയുടെ പദവിക്ക് തുല്യമായ സ്ഥാനമുള്ള മുഹമ്മദ് യൂനുസിന് 84 വയസ്സുണ്ട്. രാഷ്ട്രീയത്തിൽ മുൻപരിചയം ഇല്ലാത്ത അദ്ദേഹത്തിന് എത്രകാലം തുടരാനാവുമെന്ന് പറയാറായിട്ടില്ല. എല്ലാം കൊണ്ടും അതിനിർണായകമായ ചരിത്ര സന്ദർഭം ആവശ്യപ്പെടുന്ന തരത്തിൽ ജനാധിപത്യ ബോധവും കാര്യക്ഷമതയുമുള്ള പുതിയ നേതൃത്വം ഉയർന്നു വരണം എന്നാണ് ബംഗ്ലാദേശ് ജനത ആഗ്രഹിക്കുന്നത്. ബംഗ്ലാദേശിൽ ശക്തിപ്പെടാൻ പോകുന്നത് ജനാധിപത്യമോ മതരാഷ്ട്രീയമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മതരാഷ്ട്രമായ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് രൂപം കൊണ്ട മതനിരപേക്ഷ രാജ്യമായാണ് ബംഗ്ലാദേശ് അറിയപ്പെടുന്നത്. മാതൃഭാഷ ഒരു ജനതയ്ക്ക് പകർന്ന അഭിമാനബോധത്തിൽ നിന്ന് പിറവി കൊണ്ട രാജ്യമാണത്. പാകിസ്ഥാനിലെ ഭരണാധികാരികൾ 1952 ഉറുദു രാഷ്ട്രഭാഷയായി അടിച്ചേൽപ്പിച്ചപ്പോൾ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗ്ലാ ഭാഷ സ്നേഹികൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെ തുടർച്ചയിലാണ് 2 പതിറ്റാണ്ട് തികയും മുമ്പേ ബംഗ്ലാദേശ് വിമോചിതമായത്. 1971 പാക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗാണ് വിജയിച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാതെ യഹ്യാ ഖാന്റെ പട്ടാള ഭരണകൂടം നടത്തിയ വംശഹത്യ ആഭ്യന്തര യുദ്ധമായപ്പോൾ ബംഗ്ലാ ഭാഷാ ദേശാഭിമാനികൾ ഇന്ത്യൻ സഹായത്തോടെയാണ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. അരനൂറ്റാണ്ട് കഴിഞ്ഞ ആ മഹത്തായ വിമോചന യുദ്ധത്തിലെ പോരാളികളുടെ പിൻഗാമികൾക്ക് നൽകി വന്ന തൊഴിൽ സംവരണത്തിന്റെ പേരിലാണ് ഇപ്പോൾ രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയിലായത്. വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് നൽകി വന്ന 30% തൊഴിൽ സംവരണം 2018 ഷെയ്ഖ് ഹസീന സർക്കാർ അവസാനിപ്പിച്ചിരുന്നതാണ്. എന്നാൽ അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞ ജൂൺ 5 ധാക്കയിലെ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് കുഴപ്പം ആരംഭിച്ചത്. ഭരണകക്ഷിയായ അവാമി ലീഗുകാർക്ക് തൊഴിൽ നൽകാനുള്ളതാണ് സംവരണം എന്നാരോപിച്ച് ജൂലൈ 1 വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചത്. 2 ആഴ്ചയോളം സമാധാനപരമായി നടന്ന സമരം ജൂലൈ മധ്യത്തോടെയാണ് അക്രമാസക്തമായത്. അവാമി ലീഗിന്റെ ചില നേതാക്കളുടെ പ്രകോപനപരമായ പരാമർശങ്ങളാണ് അതിനിടയാക്കിയത്. കാത്തിരുന്ന അവസരം ഒത്തുവന്നതുപോലെയാണ് ഖാലിദ സിയയുടെ BNPയും അതിന്റെ വർഗീയ സഖ്യകക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയും രംഗത്ത് വന്നത്. അവർ സമരത്തെ അക്രമത്തിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ സമരക്കാരും അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാദേശ് ഛാത്ര ലീഗും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ജൂലൈ 21 സുപ്രീം കോടതി വിവാദ സംവരണം 5% വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സമരം ഒന്നടങ്ങിയതാണ്. എന്നാൽ ഓഗസ്റ്റ് 4 വിദ്യാർത്ഥികൾ ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും തെരുവിലിറങ്ങുകയായിരുന്നു. സേനാ മേധാവികളും എതിരായി തിരിഞ്ഞതോടെ പിറ്റേന്ന് ഹസീന അധികാരമൊഴിഞ്ഞ് രാജ്യം വിട്ടു. രാഷ്ട്രത്തോട് അവസാനമായി സംസാരിക്കണം എന്ന ഹസീനയുടെ ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടില്ല. ബ്രിട്ടനിലേക്ക് പോകുന്ന വഴിക്കുള്ള ഇടത്താവളമായാണ് അവർ ഇന്ത്യയിൽ എത്തിയതെങ്കിലും ബ്രിട്ടൻ വിസ നിഷേധിച്ചു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജനുവരി 7 പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ തന്നെ ഹസീനയെ പുറത്താക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നീക്കം ശക്തമാക്കിയിരുന്നു എന്നാണ് സൂചനകൾ. ഹസീന ഒഴിഞ്ഞ് ഇടക്കാല സർക്കാരിന് കീഴിൽ വേണം തെരഞ്ഞെടുപ്പ് നടത്താൻ എന്നാവശ്യപ്പെട്ട് BNP അടക്കം പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. ബംഗ്ലാദേശിൽ വ്യോമതാവളം നിർമ്മിക്കാൻ അനുവദിച്ചാൽ സംഘർഷമില്ലാത്ത തെരഞ്ഞെടുപ്പ് അനുവദിക്കാമെന്ന് ഒരു പാശ്ചാത്യ നേതാവ് പറഞ്ഞതായി അക്കാലത്ത് ഹസീന വെളിപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്കൻ നയതന്ത്രജ്ഞർ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. വിമോചന യുദ്ധകാലത്തെ അതിക്രമങ്ങളുടെ പേരിൽ നേതാക്കൾക്കെതിരെ ഹസീന സർക്കാർ നിയമ നടപടികൾ സ്വീകരിച്ചതും പലർക്കും വധശിക്ഷയടക്കം ലഭിച്ചതും ജമാഅത്തെ ഇസ്ലാമിയെ തളർത്തിയിരിക്കുകയായിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ്
കെട്ടടങ്ങിയ വിദ്യാർത്ഥി സമരം വീണ്ടും ആരംഭിച്ചതിന് പിന്നിൽ ബാഹ്യശക്തികളുടെ പങ്ക് സംശയിക്കപ്പെടുന്നത്. ഹസീനയുടെ ഭരണത്തിൽ ദക്ഷിണേഷ്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ബംഗ്ലാദേശ് മാറിയിരുന്നു എന്നത് വസ്തുതയാണ്. പ്രതിശീർഷ വരുമാനം കഴിഞ്ഞ പതിറ്റാണ്ടിൽ 3 ഇരട്ടിയായി വളർന്നു. ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിൽ പ്രകടിപ്പിച്ച നിശ്ചയദാർഢ്യം അവരുടെ ഭരണമികവ് തെളിയിക്കുന്നതായിരുന്നു. ഇതെല്ലാം ചേർന്ന് എല്ലാം ഭദ്രമെന്ന പ്രതീതിയുണ്ടായി. ഇന്ത്യയുമായും ചൈനയുമായും ശക്തമായ ബന്ധമുള്ളതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പിനെ കാര്യമാക്കേണ്ടതില്ലെന്ന ധാരണയിലേക്കും അമിത ആത്മവിശ്വാസം അവരെ നയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് ഹസീന സ്വേച്ഛാധിപതിയായി എന്ന പ്രചരണത്തിന് ശക്തി പകർന്നു. 40% മാത്രമായിരുന്നു ജനുവരിയിലെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ്. 2018 80% ഉണ്ടായിരുന്നു. സംവരണം പുനഃസ്ഥാപിച്ചത് കോടതിയാണെങ്കിലും അതിന് ഹസീനയെ പഴിക്കുന്നതിന് ഇത് അനുകൂല സാഹചര്യമൊരുക്കി. ഹസീനയുടെ രാജിയെ തുടർന്ന് ഭരണം ഏറ്റെടുത്ത സൈനിക മേധാവി ജനറൽ വക്കീർ ഉസമാൻ പ്രതിപക്ഷ കക്ഷികളുമായും വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ പ്രതിനിധികളുമായും ചർച്ച നടത്തിയാണ് തുടർന്നുള്ള തീരുമാനങ്ങൾ എടുത്തത്. BNP മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ പോലും ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും അവാമി ലീഗിന്റെയോ വർക്കേഴ്സ് പാർട്ടി പോലുള്ള മതനിരപേക്ഷ പാർട്ടികളുടെയോ പ്രതിനിധികളെ വിളിച്ചില്ല. അഴിമതിക്കേസിൽ ജയിലിലായിരുന്ന ഖാലിദ സിയ അടക്കമുള്ളവരെ പ്രതിപക്ഷ ആവശ്യമനുസരിച്ച് മോചിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യമനുസരിച്ചാണ് മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിന്റെ തലവനാക്കിയത്. 2 വിദ്യാർത്ഥി നേതാക്കളടക്കം 17 പേരാണ് മന്ത്രിസഭയ്ക്ക് തുല്യമായ ഉപദേശക സമിതിയിലുള്ളത്. ഷെയ്ഖ് ഹസീനയുമായി ശത്രുതയിലായിരുന്ന യൂനസ് 2008 ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ നീക്കം നടത്തിയിരുന്നു. അന്നുണർന്ന അധികാരമോഹം 1.5 പതിറ്റാണ്ടിന് ശേഷം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. 27 സുപ്രധാന വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. യൂനുസും സ്വേച്ഛാധിപതിയാണോ എന്ന ചർച്ചയ്ക്ക് അതിടയാക്കിയിട്ടുണ്ട്. എന്തായാലും ആഗോളവൽക്കരണത്തിന്റെ വക്താവായ യൂനുസ് പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് പ്രിയങ്കരനാണ്. പാവങ്ങളുടെ ബാങ്കർ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അമിത പലിശ ഈടാക്കി അദ്ദേഹം പാവങ്ങളുടെ രക്തമൂറ്റുകയാണ് എന്നായിരുന്നു ഹസീനയുടെ ആരോപണം. നിരവധി കേസുകളും യൂനുസിനെതിരെ ചുമത്തപ്പെട്ടിരുന്നു. വിജയത്തിന്റെ മധുരം മായും മുമ്പേ ഹസീന അധികാരത്തിന് പുറത്താവുമ്പോൾ സമാനമായ മറ്റൊരു അട്ടിമറിയുമായുള്ള സാമ്യം ശ്രദ്ധിക്കേണ്ടതാണ്. 5 വർഷം മുമ്പ് ആ അട്ടിമറി നടന്നത് തെക്കൻ അമേരിക്കയിൽ ബൊളീവിയയിലാണ്. തുടർച്ചയായി 4ാം തവണ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ നേതാവ് ഇവോ മൊറാലിസിന് അമേരിക്കൻ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ അക്രമസമരങ്ങളുടെ ഫലമായി രാജ്യം വിട്ട് പോവേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ കലാപം. തുടർന്ന് ഒരു വലതുപക്ഷ നേതാവ് പ്രസിഡന്റായി സ്വയം അധികാരമേറ്റെങ്കിലും ഭരണഘടനയനുസരിച്ച് 1 വർഷത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താൻ അവർ നിർബന്ധിതയായി. മൊറാലിസിന് ലഭിച്ചതിലും ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായ ലൂയിസ് ആർസയെ തെരഞ്ഞെടുക്കുന്നതായിരുന്നു ജനവിധി. മൊറാലിസിനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് വലതുപക്ഷം അട്ടിമറിക്കുകയായിരുന്നു എന്ന് അതോടെ ലോകത്തിന് ബോധ്യമായി. ഇത്തരത്തിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ ഹസീനയുടെ പതനത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. ബംഗ്ലാദേശിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ അത് അറിയണമെന്നുമില്ല. അറിഞ്ഞാലും ഏറെ വൈകിയിരിക്കും. തിങ്കളാഴ്ച ഭരണമാറ്റത്തെ തുടർന്ന് രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാന്റെ പ്രതിമ തകർത്തതും അദ്ദേഹത്തിന്റെ സ്മാരക മ്യൂസിയം കത്തിച്ചതുമടക്കം ഉണ്ടായ അതിക്രമങ്ങൾ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കയുണർത്തുന്നതാണ്. നിരവധി അവാമി ലീഗുകാരുടെ വീടുകളും സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടു. ചിലയിടത്ത് ഹിന്ദുക്കൾക്കെതിരെയും ആക്രമണമുണ്ടായി. അവാമി നേതാക്കളാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ബംഗ്ലാദേശ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇത് ഇന്ത്യയിൽ മുസ്ലിം വിരോധം വളർത്താൻ സംഘപരിവാർ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇനി ബംഗ്ലാദേശ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ബംഗ്ലാ പാരമ്പര്യം നിലനിർത്തുമോ അതോ പാകിസ്ഥാനെ പോലെ മതരാഷ്ട്രമായി മാറുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.